പക്ഷെ തന്നെ അങ്ങോട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. അത് വിട്ടേരാ. അല്ലല്ല, എന്നെ മനസ്സിലാകാത്തവരടുത്ത് ഇനി ഞാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അല്ലല്ല, അല്ല അതിന്റെ അല്ല സാറേ, നമ്മള് മനസ്സിലാവാത്തവരടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അല്ലല്ല. കുഴപ്പമില്ല രാജേന്ദ്ര, ഞാൻ ഇങ്ങനെ എല്ലാത്തിനും രാജേന്ദ്ര മനസ്സിലാകാത്തടത്ത് നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ താനീ പണി നിർത്താതെ ഇവിടെ സ്കൂളിൽ ഒരുപാട് പണിയുണ്ട് രാജേന്ദ്ര. സാറിന് മനസ്സിലാവിഞ്ഞിട്ടാ എന്തോ പിന്നെ പറഞ്ഞു സാറേ, ഇത് രാജേന്ദ്രൻ. ഞാൻ പറഞ്ഞ സാറിന്റെ ഇരട്ടപ്പേര് പച്ചില കൊണ്ട് ബാത്റൂമിന്റെ സൈഡിൽ എഴുതി വെച്ചപ്പോ സാറ് ഉച്ചയ്ക്ക് ഇറക്കി വിട്ട് അടി കൊടുത്തില്ലേ? അല്ല, അത് വേറൊരു പയ്യനല്ലായിരുന്നോ? ഫുട്ബോളിൽ എന്ന് പറയുന്ന ഒരു പയ്യൻ. ഇല്ല, ഇവനല്ല സാറേ. ഞാൻ പറഞ്ഞുതരാം സാറ്. ഒരു ദിവസം ക്ലാസ്സിൽ ഒന്നും പഠിക്കുന്ന മലയാളവും പഠിക്കില്ല, ഇംഗ്ലീഷും പഠിക്കാതെ ഇരുന്നിട്ടേ സാറ് ഡെസ്കിന്റെ മുകളിൽ ഇങ്ങനെ കുനിച്ച് നിർത്തി ചന്തിക്ക് അടി കൊടുത്ത. അല്ല ടീച്ചറെ, എനിക്കറിയാം പഠിപ്പിച്ച രാജേന്ദ്ര, കൊച്ചു രാജേന്ദ്ര, ഞാൻ പഠിപ്പിച്ച എന്റെ കൊച്ചു രാജേന്ദ്ര. ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ചതാ. നിന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. അത് ഞാൻ ഈ പണിത്തിരക്കും പണിക്ക് വന്നാ പണിയണം. എന്റെ കൊച്ചു രാജേന്ദ്ര, എന്തോരം തല്ലാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കണം നീ. അല്ല കുഴപ്പമില്ല സാറേ, ഇവിടെ ഉത്തരവാദിത്തത്തോടെ ഒരു പണിക്ക് വരുമ്പോ നീ മീശ വെച്ചങ്ങ് വളർന്നു പോയി. അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലായില്ല. എന്നെ കൊച്ചു രാജേന്ദ്ര, ഞാൻ പഠിപ്പിച്ച എല്ലാവരും വലിയ നിലയിലേക്ക് എത്തി പണിയണം. മര്യാദക്ക് ഇവിടെ നിന്ന് പണിഞ്ഞാൽ നിനക്ക് കൊള്ളാം. നിന്നെ എത്രയോ പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? സാർ ഇപ്പൊ പിടികിട്ടിയോ? പിടികിട്ടി. ഇനിയിപ്പോ അതിട്ട് അടിക്കണ്ട വിട്ടു. കൊച്ചു രാജേന്ദ്ര, എത്രയോ പ്രാവശ്യം ഞാൻ നിന്റെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അതെ, എന്നാ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ആദ്യമായിട്ട് സാർ എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് ഈ സാറിനെ ഇരിക്കുന്ന ആ റൂമിൽ, സ്റ്റാഫ് റൂമിന്റെ തൊട്ടിപ്പുറത്ത് ആ ചുവരിനകത്ത് ഞാൻ ഹേമമാലിനി എന്ന് എഴുതി വെച്ചാൽ ആ സാറിനെ ആദ്യമായിട്ട് പുറത്ത്. അങ്ങനെ വെറുതെ പുറത്താക്കിയതല്ല, നീ എന്തുകൊണ്ടാ എഴുതി വെച്ചത്? ഞാൻ മൂത്രം കൊണ്ടാ എഴുതി വെച്ചത്. മൂത്രം കൊണ്ടാ നീ എഴുതി വെച്ച്? അതിനല്ല നിന്നെ പുറത്താക്കിയത്? അതെ. നിന്റെ കൂട്ടുകാരൻ സുഭാഷ്, അവനെയും ഈ ഒരു കേസിനാണ് ഞാൻ പുറത്താക്കിയത്. പക്ഷെ അവനെ ഹേമമാലിനി എന്ന് എഴുതിയതിന്റെ പേരിലല്ല പുറത്താക്കിയത്. പിന്നെ ഷീല എന്ന് എഴുതിയതിന്റെ പേരിലാണ് സാർ പുറത്താക്കിയത്. അവനപ്പോ ഹേമമാലിനി ഇഷ്ടമല്ലായിരുന്നായിരിക്കും. അല്ല, ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. പിന്നെ അവൻ ഈ വെള്ളം കൂടി കുറവല്ലേ. ഷീലെന്ന് 2 അക്ഷരം എഴുതാനുള്ള മൂത്രം അവന്റെ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് അവനാ പഴയ കുസൃതി ഇത്രയൊന്നും പോയിട്ടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ മക്കളെ? കല്യാണം കഴിച്ചേ. പക്ഷെ ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടുവച്ചേക്കും. അവിടെ ഭയങ്കര സംശയം. ഭയങ്കര സംശയം. കുടുംബം തകരുന്ന ഏറ്റവും വലിയ കാര്യമാണ് സംശയം. ക്യാൻസറിനെ കാട്ടി വലുതാ. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. നിന്നെ എന്തിന്റെ പേരിലാണ് സംശയിച്ചത്? അല്ല, അങ്ങനെ പെണ്ണുങ്ങളെ കൂടി സംശയമല്ല. പിന്നെ റോക്കറ്റ് കണ്ടുപിടിച്ച താര, മറ്റേ ആറ്റം ബോംബ് കണ്ടുപിടിച്ച താര, രാഷ്ട്രപതിയുടെ മാമന്റെ പേരെന്തുവാ, ഇതൊക്കെയായി ഇവിടെ സംശയം. അതൊക്കെ എനിക്കിത് വല്ല അറിയാം. ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടു. പിന്നെ നല്ല കാര്യമല്ലേ അതൊക്കെ. മക്കൾ എത്ര പേരുണ്ട്? മക്കൾ ഒരാളുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട് 6ാം ക്ലാസ്സിൽ. ഇവിടെയോ? 6ാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. അമ്പാടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്പാടി. അങ്ങനെ വഴക്കുവാ. എന്താ ഇത്? വഴിക്ക് വരാൻ പറഞ്ഞു. നല്ല വഴിക്കലുള്ള സ്ഥലത്താണ് ഇനിയും വഴിക്കാൻ. ആ കുഞ്ഞിലത്തെ തമാശയൊന്നും വിട്ടു പോയിട്ടില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്പാടി എന്റെ മോനാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചാ. ഈ സ്കൂളിലെ ഏറ്റവും വലിയ ഉഴപ്പനാണ് ഈ നിന്റെ മകൻ അമ്പാടി. ഒരൊറ്റ ടീച്ചർമാർക്ക് അവനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഈ സ്കൂളിന് ചീത്തപ്പേരാണ് അവൻ. അവൻ ഇവിടുന്ന് മാറ്റണമെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ PTA വിളിച്ച് പറഞ്ഞാണ്. വൃത്തികെട്ടൊരു ചെറുക്കൻ. എന്തിനാണോ ഇങ്ങനെ ഒരു ചെറുക്കൻ? അങ്ങനെ പറയല്ലേ പക്ഷേ. ഞാൻ പറയും, എന്റെ മോനല്ലേ അവൻ. പിന്നെ മോനാണെന്ന് പറഞ്ഞാലും അല്ലല്ലേ, എന്റെ മോനല്ലേ അവനല്ലേ. അവൻ ഇനിയിപ്പോ എത്ര കുരുത്തക്കേട് കാണിച്ചാലും അങ്ങനെ അയ്യോ ഒരെണ്ണം ഉള്ള ഒലക്കൊക്കെ തല്ലി വളർത്തരുത്. അതാ കുഴപ്പം. സത്യം പറഞ്ഞോണ്ടല്ലേ മാഷേ. ഏകദേശം ഒരു 2011 ഡിസംബർ 18-ാം തീയതി, അതാണ് എന്റെ അമ്പാടി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം, ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമേള നടക്കുക, ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ. അപ്പൊ ഞാൻ ഈ ഗാനമേള കേൾക്കാൻ വേണ്ടി വീട്ടിന്റെ വെളിയിലോട്ട് അങ്ങ് ഇറങ്ങിയതും എവിടുന്നാന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു കോരിച്ചൊഴിയുന്ന മഴയും ഇടിമിന്നലും പേമാരിയും മഴയൊക്കെ. അപ്പൊ ഒരു കുട എടുക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വീട്ടിനകത്തേക്ക് അവന്റെ അമ്മയടുത്തോട്ട് കയറിയതേ.